തിരുവനന്തപുരം തെന്മല റൂട്ടിലെ പാലോട് ജവഹർ കോളനിക്ക് സമീപമായിട്ടാണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് സസ്യങ്ങളും ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി കാഴ്ചയാണ് ഉള്ളിൽ. അപ്പോൾ ഇന്ന് മൊത്തം ചുറ്റി കാണലാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നേരെ ഉള്ളിലേക്ക് പോകും. അങ്ങനെ ടിക്കറ്റ് എടുത്തു. ഒരാളിന് 50 രൂപയാണ് ടിക്കറ്റ്. ക്യാമറ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇതിനുള്ളിലേക്ക് വരുമ്പോൾ ഒരുപാട് വഴികളുണ്ട്. ഓരോ സെക്ഷനാണ്. അതിൻ്റെ മാപ്പ് കൂടെ ഉണ്ട്. നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് തരം മരങ്ങളും വിവിധ തരം ചെടികളും ഒക്കെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിവരിച്ചു തരാൻ സാധാരണ കൂടെ ഒരു ഗൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ സംഭവം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു മനോഹരമായിട്ടൊരു പ്രകൃതി അല്ലെങ്കിൽ ഒരു ഭൂമി മാതാവിൻ്റെ ഒരു അടിപൊളി ശില്പമുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ മൊത്തം ജലസസ്യങ്ങളുടെ, അതായത് ഈ താമര, അമ്പല് പോലത്തെ ഉള്ള മനോഹരമായ ജലസസ്യങ്ങളുടെ ഒരു ഏരിയയാണിത്. വെള്ളത്തിലുള്ള പായൽ തുടങ്ങി വലിയ വട്ട ഇലയുള്ള ആനത്താമര വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് മുന്നിലേക്ക് പോകുമ്പോൾ കാണാം. അപ്പോൾ ഈ സ്ഥലമാണ് ഈ ഗാർഡൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഓരോ ചെടികളും അതിൻ്റേതായ രീതിയിൽ അലങ്കരിച്ച് മനോഹരമായിട്ട് നിർത്തിയിട്ടുണ്ട്. സൂചി പോലെ തണ്ട് മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു അലങ്കാര ചെടിയാണ്. ഇവിടെ നിൽക്കുന്ന ഏകദേശമുള്ള ചെടികളും വെളിരാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അലങ്കാര ചെടികളാണ്. അപ്പോൾ ഈ ചെടികളിൽ റിസർച്ചൊക്കെ നടത്തുന്ന ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് കാണാനായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഇനി നേരെ താഴേക്ക് പോകും. അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരുന്ന് വിശ്രമിക്കാനായിട്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒലിവ് മരം. നമ്മുടെ ഈ ബൈബിൾ കഥകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒലിവ് മരം ഇല്ലേ, ആ മരം ഇതാണ്. ഇവിടെ ഓർക്കിഡുകൾക്കായിട്ട് ഒരു പ്രത്യേക സ്ഥലം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ മൊത്തം ഓർക്കിഡിൻ്റെ വിവിധ തരം ഓർക്കിഡുകളുടെയൊക്കെ ഒരു ശേഖരമാണ് ഇവിടെ. ഇപ്പോൾ അടുത്ത് നമുക്കിനി വലിയൊരു താമര കാണാം. ഇവിടെ കണ്ടതിൽ വെച്ച് ഇത്തിരി കണ്ണുകളിയൊരു ചെടി ഇതാണ്. ഇതിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് അറിയത്തില്ല. ആനത്താമര അങ്ങനെ എന്തോ ആയിരിക്കണം. വലിപ്പമാണ്, ഇതിൻ്റെ ഇലയുടെ വലിപ്പമാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. സംഭവം എന്തായാലും കളറായിട്ടുണ്ട്. പിന്നെ നേരെ താഴേക്ക് പോകാം. ഇവിടെ ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു വഴിയാണ്. ഇങ്ങനെ കറങ്ങി വരാനായിട്ട്, മൊത്തം കണ്ടിങ്ങനെ കറങ്ങി വരാനായിട്ട് ഒരു വഴി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന സ്ഥലമാണ് സെൻട്രൽ നഴ്സറി. അതിന് തൊട്ട് മുൻപ് കടലാസ് ചെടിയുടെ ഒരു വലിയ കളക്ഷൻ ഇവിടെ ഉണ്ട്. മൊത്തത്തിൽ കളർഫുള്ളായിട്ട് കാണാനൊരു സൗന്ദര്യമുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഇവിടെ സെൻട്രൽ നഴ്സറിയിൽ വീഡിയോ എടുക്കാനായിട്ട് എന്തോ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പുള്ളി അങ്ങനെ പറഞ്ഞതാണ്. ഞാനെന്തായാലും എനിക്ക് കണ്ടിഷ്ടപ്പെട്ട നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള സകല സസ്യങ്ങളുടെയും തൈകൾ മുളപ്പിച്ചെടുക്കുന്ന ഒരു നഴ്സറിയാണിത്. അപ്പോൾ ഈ നഴ്സറിക്കുള്ളിൽ കയറിയാൽ തന്നെ ഇവിടെയുള്ള ഏകദേശമുള്ള ചെടികളും കാണാൻ പറ്റും. അപ്പോൾ സെൻട്രൽ നഴ്സറി കഴിഞ്ഞു നമ്മൾ നടന്നിങ്ങ് താഴെ എത്തി. അപ്പോൾ ഇവിടെ ഒരു ആറുണ്ട്. ആറിൻ്റെ കരയിലാണ് മൊത്തം. ഇപ്പം ഇവിടെ മൊത്തം കുരങ്ങന്മാരാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ജിഞ്ചർ ഗാർഡനിലേക്കാണ്. അതായത് വിവിധ തരം ഇഞ്ചികൾ കാണാനായിട്ട് പോവാണ്. ഇവിടെ സെറ്റ് കളർഫുള്ളായിട്ടൊരു പൂവുണ്ട്. ഇതൊരു ഇഞ്ചിയുടെ പൂവാണ്. ഇനിയിപ്പോൾ നമ്മൾ നടന്നു പോകുന്ന ഭാഗം ആറിനോട് ചേർന്നാണ്. ആറിനോടെന്ന് പറയുമ്പോൾ ആറിന് അക്കരെ കൊടുങ്കാടാണ്. അപ്പോൾ ഈ ഭാഗവും നല്ലൊരു കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് വനത്തിനുള്ളിലൂടെ നടക്കുന്നതിൻ്റെ ഒരു ഫീൽ കിട്ടും. കാരണം അത്രയ്ക്ക് നല്ല സൈലൻ്റ് ആയിട്ട് ഒരു ആറിന് സൈഡിൽ കൂടെയുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അതിനെ ശ്രദ്ധിക്കണം. അങ്ങോട്ടെന്തെങ്കിലും എറിയുകയെങ്ങാനും ചെയ്താൽ തിരിച്ചാക്രമിക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഒരുപാട് കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് നല്ല വലിയ മരങ്ങളൊക്കെ കണ്ട് അങ്ങനെ കാടിൻ്റെ ഒരു ഫീലും ആസ്വദിച്ച് അങ്ങനെ പോവാം. ഈ പോകുന്ന വഴിക്ക് കാണുന്ന മരങ്ങളിൽ പലതും നല്ല ടൈപ്പ് മരങ്ങളാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയത്തില്ല, അതുകൊണ്ടാണ്. അങ്ങനെ നടന്നിടന്ന് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു കിടിലൻ ലൊക്കേഷനിലെത്തി. കിടിലം എന്ന് പറഞ്ഞാൽ സെറ്റ് ലൊക്കേഷൻ. ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിലും വീഡിയോസിനാണെങ്കിലും പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷൻ. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഈ മനോഹരമായ വെള്ളച്ചാട്ടത്തിനടുത്ത് തന്നെ E.T. അച്യുതൻ എന്ന് പറയുന്ന ഒരു വൈദ്യരുടെ ഔഷധസസ്യാരാമമുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല. എന്തായാലും ഉള്ളിലൊന്ന് കയറി കാണുകയാണ്.
വളരെ മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിനുള്ളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഒരു മരത്തിലൊരു കൗതുകം തോന്നുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു മരത്തിലൊരു മുഖം ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ സിമൻറ്റ് വെച്ചാണോ ചെയ്തേക്കെന്ന് അറിയത്തില്ല. സംഭവം എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ വരുന്നവർ കാണാൻ മറക്കരുത്. അപ്പോൾ ഇനി തിരിച്ച് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇനി മുകളിലേക്ക് കയറി പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ നിന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗം. അപ്പോൾ തിരിച്ച് വീണ്ടും നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ ഭാഗത്തേക്ക് തിരിച്ച് കയറി വരികയാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾക്കെന്നല്ല മുതിർന്നവർക്കും തന്നെ എല്ലാവരും തന്നെ ഒരു തവണയെങ്കിലും വന്ന് കാണാനുള്ളൊരു അടിപൊളി ഏരിയയാണ്. കാരണം അത്രയ്ക്കും കാണാനും പഠിക്കാനായിട്ടുള്ള സംഭവങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ ഓരോ ചെടികൾക്കും പ്രത്യേകം സെക്ഷൻ ഒരുക്കി അതിൻ്റെ വിവിധ ഇനങ്ങൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇതാണ്. അപ്പോൾ ഈ ഒരു റൂമിനുള്ളിൽ മൊത്തം ആന്തൂറിയം ചെടിയുടെ വിവിധ ഇനങ്ങളും അതിൻ്റെ പല ടൈപ്പ് സാധനങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ജലസസ്യങ്ങളുടെ ഒരു കളക്ഷൻ. അതായത് വിവിധതരം താമരകൾ, പായലുകൾ, അതിൻ്റെയൊക്കെ കളക്ഷനുകളാണ്. അപ്പോൾ ഇതിനക്കരെ മൊത്തം വലിയ കാടാണ്. അങ്ങോട്ടേക്ക് പോകാനും അനുവാദമില്ല. ഈ ഒരു മരം കണ്ടോ? മരത്തിൽ മൊത്തം കായ് മൊത്തം ഒരുമാതിരി കുടം പോലത്തെ ഒരു കായാണ്. അപ്പോൾ മരത്തിലിരിക്കുന്ന ഓന്തിനെ കണ്ടോ? മരത്തിൻ്റെ കളർ തന്നെയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തിരികെ വന്ന വഴി തന്നെ തിരികെ മുന്നിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ഒരു മരത്തിൻ്റെ ഫോസിൽ കാണാം. കുട്ടികൾക്ക് പഠിക്കാനായിട്ടുണ്ട്. മരത്തിൻ്റെ ഫോസിൽ, ഒരു അടിപൊളി മരത്തിൻ്റെ ഫോസിൽ ഇവിടെ ഉണ്ട്. പിന്നെ അടുത്തുള്ളത് പാമേറ്റമാണ്. അതായത് പലതരം പനകളുടെ കളക്ഷൻസാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് പോവാണ്. കയറി പോകുന്ന വഴി തന്നെ കിടിലമായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. നമ്മുടെ ഇവിടെയുള്ള നാടൻ പന, കവുങ്ങ് പോലെയുള്ള മരങ്ങളും പിന്നെ വിദേശത്തു നിന്നുള്ള ഒരുപാട് കളക്ഷൻസൊക്കെ ആയിട്ട് പനകളുടെ സെക്ഷൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ പണ്ട് ഈ കാളയെ ഉപയോഗിച്ചൊക്കെ ആട്ടിയിരുന്ന ചക്ക് പോലത്തെ ഒരു സാധനം ഇവിടെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് മുകളിലേക്ക് കയറി വന്നാൽ ഇവിടെ മൊത്തം മുളകളുടെ കളക്ഷനാണ്. ബാംബൂ സെറ്റ് എന്നാണ് ഇവിടെ പേരെഴുതിയിരിക്കുന്നത്. സംഭവം അടിപൊളിയാണ്. എല്ലാ തരം മുളകളും കാണാൻ പറ്റും. വള്ളി പോലെ പടർന്നു പോകുന്നത്, തറയിൽ മാത്രം കുറ്റിച്ചെടി പോലെ, അലങ്കാര ചെടി പോലെ നിർത്തിയിരിക്കുന്ന മുളകൾ. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള സാധാ കല്ലൻ മുളയും എല്ലാ തരം മുളകളും കാണാനായിട്ട് ഒരു അടിപൊളി ഏരിയയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇരിക്കാനുള്ള ഇരിപ്പിടം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഒരു നല്ല കാര്യമാണ്. കാരണം ഒരുപാട് നടന്ന് കാണാനുണ്ട്. അപ്പോൾ ഒരു ഇരിപ്പിടം എന്തായാലും നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ യാത്രാ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ മച്ചാന്മാരെ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ. നമ്മുടെ പാലോട് ബോട്ടാണിക്കൽ ഗാർഡൻ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ബൈ ബൈ. പ്രവീൺ രാജ്, ഭരതന്നൂർ.